ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീനായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഇതാ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ തൈകളും കാര്യങ്ങളും നമ്മൾ തലേ ദിവസം പോയിട്ട് അങ്ങനെ സെലക്ട് ആക്കിയിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അവർ പറഞ്ഞു അവർ തന്നെ കുഴിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നിലെ ഞാൻ ഒരു ഡെയിൻമ ലൈഫിൽ ഒരു ചക്ക മുറിച്ചിട്ട് കാണിച്ചിട്ടില്ലേ, മുത്തമ്മാൻ്റെ വീട്ടിൽ പിടിച്ചതാന്ന് 2 വർഷം കൊണ്ട് തൈ നട്ടിട്ട് 2 വർഷം കൊണ്ട് പിടിച്ചതാണെന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ അവരാണ് കേട്ടോ, അവരെ നിന്നാണ് നമ്മളിപ്പം ഈ ഒരു തൈകളും കാര്യങ്ങളെല്ലാം വാങ്ങൽ. വിശ്വസിച്ചിട്ട് വാങ്ങാനും പറ്റും, കാര്യം 2 വർഷം കൊണ്ട് പിടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചിരിക്കും കേട്ടോ. അപ്പോൾ അവരത് തൈകളും കാര്യങ്ങളെല്ലാം നടലാണ്. ഞാൻ ഏകദേശം എല്ലാ ഫ്രൂട്ട്സിൻ്റെ തൈകളും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, അവർ അങ്ങനെ നടലാണ് കേട്ടോ. പിന്നെന്താ, നല്ല ചൂടും വെയിലെല്ലാം ആയതുകൊണ്ട് ഗ്രാസെല്ലാം നല്ലോണം വാടിയിട്ടുണ്ട്. വെള്ളം കുറവാണ്, അതുകൊണ്ട് പിന്നെ ഡെയിലി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കില്ല. കിണറ്റിലെല്ലാം വെള്ളം ഏകദേശം വെറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ മൊത്തം എല്ലാം വാടിയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസത്തിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് ഉപ്മാവാണ്. ഉപ്മാവ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ റെസിപ്പി വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒക്കെ ഷോപ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നമ്മളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഷോപ്പിലേക്കെല്ലാം പോയി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പണികൾ ബാക്കിയുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പം എൻ്റെ പഴയ വീഡിയോസെല്ലാം കാണുന്നവർക്ക് അറിയുണ്ടാവും, ഞാൻ എന്താ പറയുക, വ്യാഴാഴ്ചയാണ് അധികം തുടക്കലും കാര്യങ്ങളെല്ലാം ചെയ്യൽ. ക്ലീനിങ് മൊത്തം വ്യാഴാഴ്ച ചെയ്യും, തുടക്കാനുള്ളതും അലക്കാനുള്ളതെല്ലാം ചെയ്യും. പിന്നെ പടം, ബെഡ്ഷീറ്റ് കാര്യങ്ങൾ എല്ലാം അങ്ങനെ അലക്കിയെടുക്കും. പിന്നെ വെള്ളിയാഴ്ച കാര്യമായിട്ട് പണിയൊന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച ജസ്റ്റ് ഒന്ന് അടക്കി പറക്കി ഒതുക്കി വെക്കലേ ഉണ്ടാവും. അപ്പം വെള്ളിയാഴ്ച രാവിലെ ഞാൻ എന്താ പറയുക, ഇങ്ങനെ മടക്കാനെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് തന്നെ അത് മടക്കിയെടുക്കും. വൈകുന്നേരം വരെ വെച്ച് കഴിഞ്ഞാൽ അത് പണി കൂടുതലായിട്ട് എനിക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ അന്നേരമുള്ള കാര്യങ്ങൾ അന്നേരം തന്നെ ചെയ്യാനേ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നിലെ നമ്മൾ കബോർഡെല്ലാം എപ്പോഴും നല്ല നീറ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും നമുക്ക്. കബോർഡെല്ലാം ഓപ്പൺ ആക്കുമ്പം കബോർഡിൽ നിറച്ചും ഡ്രസ്സ് ഇങ്ങനെ വാരി വെച്ചിട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അതിന്ന് ഒന്ന് വലിക്കുന്നെങ്കിൽ മൊത്തത്തിൽ വീവില്ലേ. അങ്ങനെയെല്ലാം ഞാൻ ചില വീട്ടിലൊക്കെ എന്താ പറയുക, ചില വീട്ടിലെല്ലാം കാണലുണ്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ പോകുമ്പോഴുള്ള ഒരു പ്രഷറും ചൂടും എന്തെങ്കിലും കാണാണ്ടിരിക്കുമ്പോഴുള്ള ടെൻഷനും എല്ലായിട്ടൊരു കുഴപ്പം, എന്താ പറയുക, ഒരു ദേഷ്യത്തിൻ്റെ അന്തരീക്ഷമായിട്ട് മാറും. പക്ഷേ അന്നന്നില്ലത് ഒരു 10-5 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചാൽ തന്നെ അന്ന് അലക്കുന്ന ഡ്രസ്സെല്ലാം ചിട്ടയോടെ മടക്കി വെക്കാൻ കഴിയും. അത് മടക്കിയിട്ട് കബോർഡിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുളിക്കും മുമ്പേ അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോകും മുമ്പേ ഡ്രസ്സെല്ലാം ഒന്ന് എടുക്കുമ്പം ഒരു ഫ്രഷ് ഫീൽ, ആ ഒരു പോസിറ്റീവ് എനർജിയിൽ എന്താ പറയുക, നമ്മൾ ഫീൽ ചെയ്തിട്ട് തന്നെ അറിയണം. അത് ഭയങ്കര സംഭവം കേട്ടോ. ചെയ്ത് നോക്കാത്തവർ ചെയ്ത് നോക്കുന്നവർക്ക് എന്തായാലും അറിയണ്ടാവും ആ ഒരു സുഖം. നമ്മളെല്ലാം നീറ്റായിട്ട് വെക്കുമ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫ്രഷ് ഫീലായിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര നിർബന്ധം തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അന്നേരം തന്നെ മടക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഇതുവരെ അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുക, ലൈഫ് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാം മടക്കിയെടുക്കലാണ് എൻ്റെതും. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിന്, അത് എന്താ പറയുക മടക്കിയെടുക്കലാണ്. പിന്നെ പടയെല്ലാം ഉണ്ടാവില്ലേ ബാത്റൂമിൻ്റെ സൈഡിലും കിച്ചൻ്റെ സൈഡിലെല്ലാം ഇടുന്നത്, അതും ഞാൻ അന്നത്തെ ദിവസം തന്നെ മൊത്തത്തിൽ മാറ്റും കേട്ടോ. എന്താ പറയുക, തുടയ്ക്കും അടിക്കുകയെല്ലാം ചെയ്യുന്ന ദിവസം ആ പടവും കാര്യങ്ങളും എല്ലാം അലക്കാനിടും. എന്നിട്ട് അതും മടക്കിയെടുക്കും. ഞാനിങ്ങനെ 2 ട്രിപ്പായിട്ടാണ് കേട്ടോ പടം, എല്ലാ പടവും 2 ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കുന്ന ടൈമിൽ നമുക്ക് അന്നത്തെ ദിവസം തന്നെ അലക്കിയെടുത്തതിനാൽ നമുക്ക് പുതിയത് ഫ്രഷ് ആയിട്ടുള്ളത് അങ്ങനെ വിരിച്ച് കഴിഞ്ഞാൽ അതും ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും. ബാത്റൂമിൻ്റെ ഭാഗവും എല്ലാം തുടക്കുമ്പോൾ ആ ഒരു പാടവും കാര്യങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നല്ലൊരു വീട് കാണാനും മൊത്തത്തിലൊരു എന്താ പറയുക പോസിറ്റീവ് എനർജി ഉണ്ടാവും, എന്താ പറയുക പോസിറ്റീവായിട്ട് തോന്നും. അടിപൊളിയായിരിക്കും, ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനധികം വ്യാഴാഴ്ചയാണ് എന്താ പറയുക, ആഴ്ചയിൽ 2 പ്രാവശ്യം തുടക്കും. പിന്നെ വ്യാഴാഴ്ച എന്തായാലും തുടക്കാനും ശ്രദ്ധിക്കും. കാരണം വെള്ളിയാഴ്ച എനിക്ക് കൂടുതൽ പണിയൊന്നും ഉണ്ടായാലും ഇഷ്ടമല്ല. വെള്ളിയാഴ്ച മാഷാല്ലാ എന്തെങ്കിലും ഫുഡെല്ലാം ഉണ്ടാക്കി കുറച്ച് കഫ് സൂറത്തെല്ലാം ഓതിയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. എൻ്റെ പഴയ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഇനിയിപ്പോൾ എല്ലാം മടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കബോർഡിൽ വെച്ച് കൊടുക്കലാണ്. ഇത് കുറച്ച് കഴിയിട്ടെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ പണി എക്സ്ട്രാ ആവും.
അപ്പോൾ ആ ഒരു കാര്യങ്ങളും പഠിച്ചിട്ടിരിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ഞാൻ തലേദിവസം എനിക്ക് അവർ ചക്ക തന്നിട്ടുണ്ടായിന്. അപ്പോൾ ആ ചക്കയെല്ലാം ചക്കൻ്റെ കുരു ഉണക്കാൻ വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ഇതാ ചെടിക്കെല്ലാം വെള്ളമൊഴിച്ച് വാടി ലീഫെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം കട്ട് ചെയ്ത് കളയലാണ്. ഇതിൽ കളയാൻ പാടില്ല, ലീഫ് കളയണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇർഫാനെന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ. താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് കാണലുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താരങ്ങളിലേക്കും കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ ഒരു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനില്ലേ കുളിച്ച് ഫ്രഷ് ആകും മുമ്പ് തന്നെ ബീഫ് കഴുകലും ഇങ്ങനത്തെ എന്താ പറയുക ഉള്ളിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം കളഞ്ഞ് കഴുകി നീറ്റാക്കി വെക്കും കേട്ടോ. എന്നിട്ടാണ് കുക്ക് ചെയ്യാൻ തുടങ്ങുക. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയെല്ലാം കട്ടാക്കി എടുക്കലാണ്. ഞാനിപ്പോൾ ബീഫ് ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 ചെറിയ തക്കാളി എടുക്കുക, എന്നിട്ട് എല്ലാം കൂടി കട്ടാക്കി എടുക്കലാണ്. പിന്നെ ഒരു 10 ചെറിയുള്ളി വേണം, 2 ബൾബ് വെളുത്തുള്ളി, ഒരു 5-6 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി വേണം, പിന്നെ ഒരു 10-15 പച്ചമുളകും കൂടി വേണം. അതെല്ലാം ഞാനിതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കലാണ്. എന്നിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ചെറിയുള്ളി എന്തായാലും ചേർത്ത് കൊടുക്കുക. ഇത് മുഴുവനായിട്ട് നമ്മളിപ്പം ബീഫ് മസാല ഉണ്ടാക്കുമ്പോൾ എന്താ പറയുക ഇട്ട് കൊടുക്കില്ല. നമ്മൾ ബീഫ് എന്താ പറയുക നെയ്ച്ചോറ് ഉണ്ടാക്കൂലേ അതിലും വേണം. അതുകൊണ്ടാണ് ഇത്ര അധികം എടുത്തത് കേട്ടോ. ഇതെല്ലാം നല്ലോണം ക്രഷാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട് ഇർഫാന ഏത് ഉപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഈ ഒരു പിങ്ക് സാൾട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്ന, ഹിമാലയൻ്റെ ഈ ഒരു പിങ്ക് സാൾട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ലതൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ ഞാനിതുവരെ യൂസ് ചെയ്തിട്ട് എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാ എന്താ പറയുക ഉപ്പും കൂടി ചേർത്തെടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് വേണ്ടത് ഗരം മസാല പൗഡറാണ്. ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ വേണം. ഞാനിപ്പം 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെന്ന് തോന്നിയാലും ഒന്നും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പറഞ്ഞത്. വേറെ സ്പൈസസ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല, ഗരം മസാല പൗഡർ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ ഒരു 1/4 കപ്പോ 1/2 കപ്പോ നല്ലോണം പുളിയുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ക്രഷാക്കി എടുത്തിട്ടില്ലേ അതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ നിറയെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കട്ടാക്കി വെച്ച 3 ഉള്ളി ചേർത്ത് കൊടുക്കുക, 3 ചെറിയ തക്കാളി അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് മല്ലിയില, പുതിനയിലയാണ്. ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ബീഫിലേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ വേറൊരു സ്പൈസസും എന്താ പറയുക കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കുരുമുളകെല്ലാം ബിരിയാണിയിൽ ചേർത്ത് കൊടുത്തതിനാൽ ടേസ്റ്റേ മാറും കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിനാൽ കളറും മാറും. അപ്പം കല്യാണ വീട്ടിലെല്ലാം കിട്ടുന്ന ആ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ അളവിൽ കറക്റ്റ് ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇതാ ഞാൻ മല്ലിയിലും പുതിനയിലും കൂടി എടുക്കലാണ്. പുതിനയിലെൻ്റെ തണ്ടെടുക്കണ്ട, എന്താ പറയുക ആ ഒരു ലീഫ് മാത്രമേ അത് മാത്രം എടുത്താൽ മതി. മല്ലിയിൽ മൊത്തത്തിലെടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കട്ടാക്കി എടുക്കലാണ്. ഇനിയിപ്പോൾ ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പം വെക്കുന്നില്ല, വെച്ചാലും എന്താ പറയുക വെച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റി ആവും. ഇനിയിപ്പോൾ ഇത് ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കലാണ്. കുക്കറിൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം ഇട്ട് കൊടുക്കുക. ഇത് മൊത്തത്തിൽ ഇട്ടിട്ടില്ലേ ഒരു 8 വിസിൽ വരെ വേവിച്ചെടുക്കുക. ബീഫിന് കറക്റ്റ് 8 വിസിലാണ് നല്ലോണം വേവണമെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 7 വിസിൽ വരെ വേവിച്ചെടുക്കണം. പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കേട്ടോ, നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ചിലർ ബീഫിൻ്റെ വെള്ളം നെയ്ച്ചോറിൽ ഒഴിച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കലുണ്ട്, പക്ഷെ അതൊന്നും പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടൂല കേട്ടോ. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ബീഫിൻ്റെ മസാലയും വെള്ളവും എല്ലാം നല്ലോണം വറ്റിച്ചിട്ട് ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
ഇനിയിപ്പോൾ ഇതാ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പാത്രം കൂടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിക്കാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. 1 കിലോ അരിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗീയും 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. നെയ്ച്ചോറിൽ കറക്റ്റ് ഓയിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറഞ്ഞ കഴിഞ്ഞാൽ നെയ്ച്ചോറ് ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഇതാ കുറച്ച് ഓയിലെല്ലാം എന്താ പറയുക ഓയിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ച് വെക്കലാണ് കേട്ടോ. പിന്നെ ഇർഫാൻ ഓയിൽ വെക്കുന്ന പാത്രം എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. അത് ഞാൻ അന്നേരം എന്താ പറയുക ഗൾഫിൽ നിന്ന് വാങ്ങിയതാണ്, ദുബൈയിൽ നിന്ന് വാങ്ങിയതാണ്. ലൂലൂന്നാ സിറ്റി സെൻറ്ററിൽ നിന്ന് അങ്ങനെയാണ് വാങ്ങിയത്. പിന്നെന്താ ഇതിപ്പം വാങ്ങിയിട്ട് ഞാൻ കുടിയേൽ കൂടുന്നതിന് മുമ്പേ വാങ്ങിയതാണ്. 3 വർഷം കഴിഞ്ഞ്. മാഷാ അല്ലാഹ് അടിപൊളിയാണ് കേട്ടോ. ഇതുവരെ എനിക്ക് മോശമായിട്ടും തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് അങ്ങനെ കറ പിടിക്കലും കാര്യങ്ങളും ഓയിലിങ്ങനെ ഒട്ടിപ്പിടിക്കലും അങ്ങനെ മോശമായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. ഞാനിപ്പോൾ ഇത് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടിൽ 2 ഉള്ളി ഞാൻ ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുക്കലാണ്. 2 ഉള്ളിയിൽ നിന്ന് പകുതി ആദ്യം ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കരിഞ്ഞു എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ തന്നെ കോരി മാറ്റുക. കാര്യം നമ്മളത് കോരി മാറ്റി കഴിഞ്ഞാൽ പ്ലേറ്റിൽ നിന്നും ആ ഒരു എണ്ണൻ്റെ ചൂട് കാരണം ഒന്ന് ഫ്രൈ ആയിട്ട് വരും കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ കറക്റ്റ് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതിലെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും ഫസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിക്കാണ് കേട്ടോ ക്ലിയർ ആയിട്ട് പറയുന്നത്. പിന്നെ ഈ ഒരു ബിരിയാണിയിൽ നിങ്ങൾ ലൈഫിൽ കഴിച്ചതിൽ ഏറ്റവും അടിപൊളിയായിരിക്കും. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. കാര്യം ഞാൻ ഒരുപാട് റെസിപ്പീസ് നിങ്ങൾക്ക് ഷെയർ ആക്കുമ്പോൾ അതെല്ലാം ഉണ്ടാക്കി നോക്കി. ഹസ്ബൻഡിന് ഇഷ്ടമായി, ഫാമിലിക്ക് ഇഷ്ടമായി, ഭയങ്കരമായിട്ട് എന്താ പറയുക എല്ലാവരും പൊക്കി പറഞ്ഞു എന്നെല്ലാം പറഞ്ഞിട്ട് കമൻറ്റിൽ കാണാം. അപ്പോൾ ഇതും നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയായിരിക്കും. നിങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയാൽ ഏറ്റവും അടിപൊളി ബെസ്റ്റ് ബിരിയാണി എന്ന് എല്ലാവരും പറയും കേട്ടോ. ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിച്ചവർ ബീഫ് ബിരിയാണി എന്താ പറയുക എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് അയക്കുക കേട്ടോ. കാര്യം നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നല്ല നല്ല കമൻറ്റ് ആയിരിക്കും. ഉണ്ടാക്കി നോക്കി ഇർഫാന മന്തി ഉണ്ടാക്കി, ബിരിയാണി ഉണ്ടാക്കി, അതുപോലെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും നല്ലത് പറഞ്ഞെന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ ചെയ്യുന്ന ഈ ഒരു വർക്കിൻ്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കമൻറ്റ് തന്നെയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കളറാകുമ്പോൾ തന്നെ കോരി മാറ്റിയിട്ടുണ്ട്. കാര്യം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എണ്ണയിൽ നിന്നും ഒന്ന് എന്താ പറയുക കളർ ചേഞ്ച് ആവും കേട്ടോ. ഞാൻ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഒന്ന് ഫ്രൈ ആക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ടൈം ഞാൻ വേസ്റ്റ് ആക്കില്ല കേട്ടോ. ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യും. പാത്രങ്ങളുണ്ടെങ്കിൽ അത് കഴുകി വെക്കും. അതിൻ്റെ ഇടയിൽ തൈര് ഉണ്ടാക്കി വെക്കും. അതൊന്നും ഞാൻ അധികം വീഡിയോയിൽ കാണിക്കാത്തതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ടൈം അവിടെ തന്നെ നോക്കിയിട്ട് വേസ്റ്റ് ആക്കി കളയില്ല. വേഗം ഉള്ള പണികൾ അങ്ങനെ തീർത്ത് കഴിഞ്ഞാലില്ലേ ഫുഡ് കഴിക്കുന്ന ടൈം ആകുമ്പം നമ്മൾ ഓൾറെഡി ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നല്ലോണം പാത്രങ്ങളാവും. അപ്പോൾ ഇങ്ങനെ കുക്ക് ചെയ്ത പാത്രങ്ങളും ഫുഡ് കഴിച്ച പാത്രങ്ങളെല്ലാം ആകുമ്പോൾ ഭയങ്കര മടി പിടിക്കും. അതുകൊണ്ട് നേരെയുള്ള പാത്രങ്ങളെല്ലാം നേരം കഴുകി വെക്കും. നെയ്ച്ചോറിനുള്ള അരി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൗണ്ടർ ടോപ്പിലുണ്ടായ ആ ഒരു വേസ്റ്റും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കി. ഇനിയിപ്പോൾ ഇതാ ഓയിൽ ചൂടായിട്ട് വന്നേരില്ലേ ഞാൻ ആ ഒരു ഉള്ളി ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് പട്ട, ഒരു 6 ഏലക്ക, 3 കറാമ്പൂ, ഒരു ബേ ലീഫ് ഇതും കൂടി ഇട്ടിട്ട് ഒന്ന് ലോ ഫ്ലെയിമിലെ അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്കില്ലേ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്ച്ചോറുണ്ടാക്കുമ്പോഴേ ഇങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കല്യാണ വീട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ വെപ്പ് അറിയുന്ന പറയും ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, നമ്മൾ അങ്ങനെയാണെന്ന് പറയല്. കറക്റ്റോന്നും അറിയില്ല, നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. അവർ കുക്ക് ചെയ്യുന്നത് നോക്കുമ്പം കാണാൻ ശരിക്കും ഇങ്ങനെയെല്ലാം നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ അവരിങ്ങനെയെല്ലാം എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളിയിൽ ഇട്ടിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും അവരുടെ ബിരിയാണിക്ക്. അപ്പോൾ ഇതുപോലെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അതിലും അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ബിരിയാണി വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ. എനിക്കിപ്പോൾ ഇതാ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പം 4 ഗ്ലാസ് അരിയല്ല എടുത്തത്. അപ്പം 6 ഗ്ലാസ് വെള്ളം എന്നിട്ടാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 6 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നില്ല ഇങ്ങനെയുള്ള പാട്ടയിലെല്ലാം നമ്മൾ കറക്റ്റ് അളവ് അങ്ങനെ നോക്കി വെക്കുകയാണെങ്കിൽ വീണ്ടും അളക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ. ഞാൻ അധികം അങ്ങനെയാണ് ചെയ്യല്. ഇനിയിപ്പോൾ ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചധികം ഉപ്പിട്ട് കൊടുക്കണം. കാര്യം നെയ്ച്ചോറിന് ഉപ്പ് നല്ലോണം വേണ്ടേ. എന്നിട്ടിതാ നമ്മൾ കഴുകിയിട്ട് ഊറ്റി വെച്ച നെയ്ച്ചോറിൻ്റെ അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കൈമാ റൈസാണ് കേട്ടോ യൂസ് ചെയ്യൽ. അടിപൊളിയായിട്ട് എനിക്ക് തോന്നലുണ്ട്. 1 ഗ്ലാസ് അരിക്കും 1.5 ഗ്ലാസ് വെള്ളം ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. പിന്നെ ഇടയിലൊന്നും മിക്സ് ആക്കി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതാ മൊത്തത്തിൽ ഇതുപോലെ ഇട്ട് കൊടുക്കലാണ്.
എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഈ ഒരു ടൈമിൽ വെച്ചെടുക്കണം കേട്ടോ. വെള്ളം തിളച്ച ശേഷമാണ്, നല്ലോണം വെട്ടി തിളച്ച ശേഷമൊന്ന് അരി ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ടില്ലേ അരി ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം തിളച്ചിട്ടൊരു ബബിൾസ് വരും, ഞാൻ കാണിച്ചു തരാം. ആ ഒരു ടൈമിൽ നമുക്കില്ലേ ചെറുനാരങ്ങ നീരോ അല്ലാന്നുണ്ടെങ്കിൽ വിനെഗർ ഉണ്ടാവില്ലേ, വിനെഗറോ ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ഒരു ടൈമൊന്നും വേസ്റ്റ് ആക്കില്ല കേട്ടോ. പാത്രങ്ങളുള്ളത് അന്നേരം തന്നെ കഴുകി വെക്കും. അപ്പം അങ്ങനെ കഴുകി വെക്കുന്നതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഭയങ്കര ക്ഷീണവും മടിയും തോന്നൂലേ പണികളെല്ലാം കഴിഞ്ഞാൽ. അത് ഫ്രീ ആയിട്ട് തോന്നലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, ഈ ഒരു ബബിൾസ് വരുന്ന ടൈം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു അരമുറി ചെറുനാരങ്ങയോ 1 ടീസ്പൂൺ എല്ലാം വിനെഗറോ ചേർത്ത് കൊടുത്തിനാൽ നല്ല റൈസിന് തൂവെള്ള നിറം കിട്ടും കേട്ടോ. നല്ല നിറം ഉണ്ടാവും, വൈറ്റ് കളറായിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ടൈമിൽ ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ മിക്സ് ആക്കി എടുക്കും കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് അടിപൊളിയായിട്ട് കുക്കായിട്ട് വരും. നമ്മൾ ഡെയിലി മിക്സ് ആക്കേണ്ട ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ബാക്കിയുള്ള ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്യലാണ്. ഞാൻ ഈ ഒരു ടൈം രാവിലെ തന്നെ ഞാൻ അടുപ്പെല്ലാം തുടച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത്ര കുറച്ച് ഓയിലെല്ലാം തെറിച്ചെന്നല്ലാണ്ട് വലിയ വൃത്തിയേടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് തന്നെ വേഗം ആ ഒരു അടുപ്പും കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലീൻ ആക്കി എടുക്കും കേട്ടോ. പിന്നെ ഒരു പണി കിച്ചണിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് രാത്രിയൊക്കെ അടക്കം ഈ ഒരു ബിരിയാണി തന്നെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ നമ്മൾ രാത്രി അങ്ങനെ ബിരിയാണി കഴിക്കൂല. ഉച്ചയ്ക്ക് ബിരിയാണി ആണെങ്കിൽ രാത്രി ബിരിയാണി വയ്ക്കാൻ ഒരു ഇഷ്ടം തോന്നൂല. രാത്രി അങ്ങനെ എന്തെങ്കിലും ജ്യൂസ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ കഴിച്ചിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അങ്ങനെ ബിരിയാണി അത് ചൂടാക്കിയിട്ട് കഴിക്കും. അങ്ങനെയെല്ലാം ഉണ്ടാകലുണ്ട്. ഉച്ചക്കും ബിരിയാണി വെച്ച് രാത്രിയും ബിരിയാണി കഴിക്കുമ്പോൾ എന്തോലെ ഫീൽ ആവും, അല്ല ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. അതുകൊണ്ട് അങ്ങനെ ചെയ്യലുണ്ട്. നല്ല ഐസെല്ലാം ഉണ്ടാവില്ലേ, പാല് ഐസാക്കി വെച്ചിട്ട് മാങ്ങ ഷേക്കെല്ലാക്കിയിട്ട് കുടിക്കലുണ്ട്. നല്ല ടേസ്റ്റാണ്. ഈ ഒരു ചൂടിന് ഭയങ്കര അങ്ങനത്തെ ഒരു തണുപ്പ് കഴിക്കാൻ തോന്നുന്നുണ്ട്. അധികം തന്നെയാണ് നമ്മളധികം രാത്രി അങ്ങനെ എന്തെങ്കിലും മാംഗോ ഷേക്കോ കാര്യങ്ങളോ കുടിക്കലുണ്ട് ഇപ്പം. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ രാത്രി അധികം ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും എന്തോ പോലെ തോന്നും അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങൾ എല്ലാം നല്ലോണം ക്ലീൻ ആക്കി എടുക്കലാണ്. പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. നമ്മൾ രാവിലെ ഒന്ന് ക്ലീൻ ആക്കിയത് തന്നെയല്ലേ. പിന്നെ രാവിലെ ക്ലീൻ ആക്കാണ്ട് മൊത്തത്തിൽ ഫുഡ് ഉച്ചക്കേക്ക് അടക്കം ഉണ്ടാക്കി കഴിഞ്ഞാലേ മൊത്തം അലങ്കോലായിട്ട് നല്ല അടക്കം തുടക്കേണ്ടി വരും. ഇതിപ്പം ഞാൻ തലേദിവസം തുടച്ചുകൊണ്ട് തന്നെ ഇന്ന് കിച്ചണൊന്നും അധികം തുടക്കാനൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അടിച്ചു വാരാനും ഞാൻ അധികം നിലത്താക്കാണ്ട് ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു ദിവസങ്ങളിലെല്ലാം ചെയ്യൽ. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല ഒന്നുകൂടി ഒന്ന് കുക്കാക്കി എടുക്കണം. അതിനായിട്ട് 1-2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ബാക്കിയുള്ളത് മൊത്തത്തിലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇതിപ്പം ബിരിയാണിയിൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ ബീഫ് നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് 8 വിസിലാണ് കേട്ടോ ബീഫിൻ്റെ അളവ്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ബീഫിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നമുക്ക് വറ്റിച്ചെടുക്കണം. ആ ഒരു ടൈമിൽ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിൻ്റെ എല്ലാം ആ റോസ് സ്മെല്ലും മാറുന്നത് വരെ ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ടില്ലേ നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടില്ലേ, ആ ഒരു ഉള്ളിയും ഒരു കൈപ്പിടി നിറയെ തന്നെ മല്ലിയില പുതിനയിലും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ദം ചെയ്യാൻ വേണ്ടിക്ക് വെക്കണം കേട്ടോ. പകുതി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതെല്ലാം മിക്സ് ആക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് വരും കേട്ടോ, അടിപൊളിയാണ്. എന്നിട്ട് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടില്ലേ, അത് ഈ ഒരു പാത്രത്തിലേക്ക് മൊത്തത്തിലൊന്ന് തട്ടിക്കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളിയും തക്കാളിയെല്ലാം കുക്കാത്ത പോലെ തോന്നും, പക്ഷെ കുഴപ്പമില്ല. ഇത് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കുക്കായിട്ട് നല്ല അടിപൊളി മസാലയായിട്ട് മാറും കേട്ടോ. പിന്നെ പുതിനയിലെല്ലാം കാര്യമൊന്നും മറക്കണ്ട, ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ ബിരിയാണി ഒരിക്കലെങ്കിലും ബീഫ് വാങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ മസാലയെല്ലാം ഞാൻ നല്ലോണം വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിയത്തെ തട്ടിയിലായിട്ടാണ് ബീഫിൻ്റെ മസാല വെച്ച് കൊടുത്തത്. രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ നെയ്ച്ചോറാണ് നെയ്ച്ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നെയ്ച്ചോറ് രണ്ടാമത്തെ ലെയറായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഗരം മസാല പൗഡറിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ആയാലും സ്നാക്സ് ആയാലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ മസാല പൗഡറാണ്. കറികളിലും എല്ലാം ഈ ഒരു മസാല പൗഡർ മാത്രം മതി കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലും ഫ്രൈ ആക്കി വെച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയിലില്ലേ, അത് വറുത്തിട്ട് അതും ചേർത്ത് കൊടുക്കുക. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് കുറച്ച് ഗീയും കൂടി മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ ചോറും കൂടി ഇതുപോലെ നിർത്തി കൊടുക്കാം.
അപ്പോൾ ഏറ്റവും അടിയിലായിട്ടായിരിക്കും നമ്മുടെ മസാല ഉണ്ടാവുക. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് ഗീ, മല്ലിയില, പുതിനയില, ഫ്രൈ ആക്കി വെച്ച അണ്ടി മുന്തിരി ഉണ്ടെങ്കിൽ അത്, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ലോ ഫ്ലെയിമിലില്ലേ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 20 മിനിറ്റ് വേണ്ട, ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ദമ്മായിട്ട് വരും കേട്ടോ. ഇതിന് മുകളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഴയില എന്താ പറയുക, വാഴ ഇല വെച്ച് കൊടുത്തതിനാൽ അതിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങിയിട്ട് കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ദം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ മൊത്തത്തിൽ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഏകദേശം പണികളെല്ലാം കിച്ചണിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതുണ്ടില്ലേ, ബിരിയാണി ഉണ്ടാക്കുന്ന ടൈം തന്നെ എല്ലാ ക്ലീനിങ്ങും ഞാൻ ചെയ്തിട്ടുണ്ടായിന്. ഒന്നിനു വേണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിന്നിട്ടില്ല, എന്നാലും മാത്രമേ ഒന്ന് ഫ്രീ ആയിട്ട് എന്താ പറയുക ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പിന്നെ ദം ചെയ്യാൻ വെച്ചില്ലേ, ഇനി ഒള്ളെടുത്തിട്ട് എന്താ പറയുക നിസ്കരിക്കണം, ളുഹ്ർ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കഹഫ് സൂറത്ത് ഓതും കേട്ടോ. വെള്ളിയാഴ്ച കഹഫ് സൂറത്ത് ഓതുന്നതിൻ്റെ പ്രതിഫലം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. ഞാൻ അധികമില്ലേ രാവിലെ തന്നെ കഹഫ് സൂറത്ത് ഓതാൻ ശ്രദ്ധിക്കലുണ്ട്. കഴിയാത്ത ദിവസങ്ങളിലാണെങ്കിൽ, നല്ല പണിയിലുള്ള ദിവസമാണെങ്കിൽ TV വെക്കും. പിന്നെന്താ താമസിച്ചിനെങ്കിൽ ഇങ്ങനെ ളുഹ്റിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഓതും കേട്ടോ. ഈ ബാങ്കിന് മുമ്പേ ഓതലാണ് ഏറ്റവും നല്ലത് എന്നെല്ലാം പറയലുണ്ട്. പക്ഷേ കഹഫ് സൂറത്തിൻ്റെ അർത്ഥമെല്ലാം നിങ്ങളൊന്ന് ഇതുവരെ വായിച്ചു നോക്കാത്തവരാണെങ്കിൽ, ഓതി നോക്കാത്തവരാണെങ്കിൽ അതിൻ്റെ പരിഭാഷ ഒന്ന് ഓതി നോക്കണം കേട്ടോ. ഭയങ്കര മോട്ടിവേഷൻ നൽകുന്ന ഒരു സൂറത്താണ് കേട്ടോ. അത് നമുക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും സങ്കടങ്ങളുണ്ടെങ്കിലും ആ ഒരു കഹഫ് സൂറത്തിൻ്റെ അർത്ഥവും അല്ലാന്നുണ്ടെങ്കിൽ യൂസുഫ് സൂറത്തിൻ്റെ എല്ലാം മറിയം സൂറത്തിൻ്റെ എല്ലാം അർത്ഥം വായിച്ചു കഴിഞ്ഞാൽ ഒതുക്കി ഭയങ്കര മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്കിവിടെ ചോറ് വയ്ക്കാൻ പോലാണ്. പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് പോകും മുമ്പേ പ്ലേറ്റെല്ലാം ഒന്ന് കഴുകിയിട്ട് റെഡിയാക്കി വെക്കും കേട്ടോ. കാര്യം ഒക്കെ പെട്ടെന്ന് വന്നിട്ടായിരിക്കും പറയല്ലേ, പെട്ടെന്ന് ചോറ് എടുക്കാൻ എനിക്ക് പോകണം എന്നെല്ലാം പറയും. അതുകൊണ്ട് തന്നെ താമസിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം അതെല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. ഇനിയിപ്പം ചോറയ്ക്കലാണ്. പിന്നെ എനിക്കില്ലേ ഏറ്റവും ഈസി ആയിട്ട് തോന്നല് ബിരിയാണി ഉണ്ടാക്കലല്ലോ, മന്തി ഉണ്ടാക്കല്, ബിരിയാണി ഉണ്ടാക്കലല്ലോ. അതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് അങ്ങനെ ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നത്. വെള്ളിയാഴ്ച അധികം ബിരിയാണി തന്നെയല്ലേ നല്ലത്. നമ്മൾ നെയ്ച്ചോറും കറിയും ഉണ്ടാക്കുന്നതിൽ ഈസി ആയിട്ട് എനിക്ക് തോന്നല് ബിരിയാണി ഉണ്ടാക്കലാണ്. പിന്നെ ഈ ഒരു ബിരിയാണിയിൽ പ്രത്യേക സ്റ്റൈലിലാണ് കേട്ടോ വിളമ്പുണ്ട്. ഞാനിപ്പം പ്ലേറ്റിൽ ആദ്യം ആ ഒരു വൈറ്റ് റൈസ് ഇട്ടിട്ട് അടിയിലല്ലേ മസാലയില്ല അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇല്ലേ ആദ്യം ആ ഒരു വൈറ്റ് എന്താ പറയുക വെള്ള ഭാഗങ്ങളില്ലേ ചോറിൻ്റെ, അത് വേറെ തന്നെ പ്ലേറ്റിൽ വിളമ്പി എന്താ പറയുക മസാല വേറെ തന്നെ വിളമ്പിയിട്ടാണ് സെർവ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പം എല്ലാം കൂടിയിട്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് അങ്ങനെ വിളമ്പുന്നതാണ്. വിളമ്പുമ്പം ശ്രദ്ധിക്കണം കേട്ടോ. ബിരിയാണിയിൽ കുറച്ച് ടിപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇതില്ലേ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇർഫാനിൻ്റെ വീഡിയോ ഭയങ്കര മോട്ടിവേഷനാണ്. അപ്പം എന്താ പറയുക ദീനീപരമായ കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുണ്ടായിന്. കുറേ കമൻറ്റ് അങ്ങനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെള്ളിയാഴ്ച കഹഫ് സൂറത്തെല്ലാം ഓതാത്തവരാണെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പണ്ടെല്ലാം ഓതിയിട്ട് ഇപ്പം കുറേ കാലമായിട്ട് ഓതാത്തവരെല്ലാന്നെങ്കിൽ അവർക്കും ഒരു മടിയെല്ലാം മാറിയിട്ട് ഓതിക്കോട്ടെ, ഇങ്ങനെ ഒരു നല്ലൊരു ലൈഫ് എന്താ പറയുക വെള്ളിയാഴ്ച നല്ലൊരു ദിവസം ആയിക്കോട്ടെ എന്നെല്ലാം വിജയിച്ചിട്ട് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. പിന്നെ എൻ്റെ ദിവസം എപ്പോഴും ഇങ്ങനെയൊന്നല്ല ഉണ്ടാവല്. ഓരോരു ദിവസം നല്ല ഹാപ്പി ആയിട്ടുണ്ടാവും, ഓരോ ദിവസം മൂടിയായിട്ട് എന്താ പറയുക മടി പിടിച്ച് ടെൻഷന് അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവലുണ്ട്. മനുഷ്യന്മാരല്ലേ എപ്പോഴും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. പിന്നെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നതാണ്. നമ്മൾ ഹാപ്പി ആക്കാൻ നമുക്കല്ലേ കഴിയും, മറ്റുള്ളവർ വന്നിട്ട് ആരും ഹാപ്പി ആക്കില്ല. വലിയ വീട് വേണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ആട് ഐറ്റംസ് വേണമെന്നൊന്നും ഇല്ല. കുടിലാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത്. അപ്പം ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഓരോ ദിവസവും ഓരോരോ മൊമെൻറ്റ്സും ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ രാവിലെ കാണിച്ചിട്ടില്ലേ തൈ വാങ്ങിയിട്ട് നടന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, അവരെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുക്കട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോ, നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. ഞാൻ എല്ലാ ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ 2 വർഷം കഴിഞ്ഞിട്ട് പൂക്കുമ്പം ഞാൻ വീഡിയോ ഇടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായാലും പോസ്റ്റെങ്കിലും ചെയ്യും കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാന്, മരം, മുന്തിരി അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പറയുക പൈനാപ്പിൾ പെട്ടെന്ന് കുടിക്കുന്ന എല്ലാ ഐറ്റംസും ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തോ. പിന്നെന്താ വിശ്വസിച്ച് വാങ്ങാനും പറ്റും കേട്ടോ. കാര്യം മുത്തമ്മലും ഇവരെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങൽ, എല്ലാം പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ പറയാനുള്ളത് ഞാനില്ലേ വീട് കൂടുന്നതിൻ്റെ ടൈം വീടിൻ്റെ ഏകദേശം പണി പൂർത്തിയാവും മുന്നേ തന്നെ തേപ്പിൻ്റെ ടൈം തന്നെ ഞാൻ പെട്ടെന്ന് കഴിക്കും പൂക്കും എന്നെല്ലാം പറഞ്ഞിട്ട് വേറൊരു ഷോപ്പിൽ നിന്ന്
ഒരുപാട് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. പിന്നെ ആകെ പിടിച്ചത് ഒരു ചെറിയാണ്. പക്ഷേ ഇവരെ വീട്ടിൽ തന്നെ എല്ലാം പിടിച്ചിട്ട് കണ്ടേരം വാങ്ങിക്കാൻ തോന്നി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇവരെന്നെ നട്ടേരും വളവും കാര്യങ്ങളും എല്ലാം ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തു. അടിപൊളിയാണ്, വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ബൈ.